സംസ്ഥാന സർക്കാരിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദവും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. UDF അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നത് കണ്ടു. അങ്ങനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന മുസ്ലിം ലീഗിൻ്റെ പ്രധാന നേതാക്കളുടെ ഒരാൾ ഇന്നലെ ഈ തുല്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആലോചനയിലുണ്ടായിരുന്ന പുതിയ പരിഷ്കാരം അത് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കുട്ടികളെ സ്വയംഭോഗവും സ്വവർഗരതിയൊക്കെ പഠിപ്പിച്ച് നശിപ്പിക്കാനുള്ളതാണ്, കുട്ടികൾക്ക് വഴിതെറ്റിക്കാനുള്ളതാണ് എന്ന ഒരു കടന്ന പരാമർശം നടത്തി. വലിയ തോതിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയ ഒന്നാണത്. പാർട്ടി അതിനെ ഓൺ ചെയ്യുന്നില്ല. പിന്നീട് അങ്ങോട്ട് പോയാൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്നെ ഓൺ ചെയ്ത് കാണുന്നില്ല. അദ്ദേഹം സർക്കാരിൻ്റെ നയത്തെ വിമർശിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലാതെ ഈ വാചകത്തെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത് പിന്നെ കാണുന്നില്ല. പക്ഷേ അത് വലിയ ഒരു മലിനാന്തരീക്ഷം ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പാടില്ലാത്ത ഒന്നായിരുന്നു. രാജുവേട്ട, ഇത് എന്താ പറയുക, ലൈംഗിക വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ അതിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഈ എന്താ സ്വയംഭോഗം സ്വവർഗരതിയൊക്കെ പഠിപ്പിക്കലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ സ്വവർഗരതി പോലുള്ള സംഗതികൾ നമ്മൾ പഠിക്കാനേ പാടില്ലാത്ത ഒന്നാണ് പുതിയ ലോകത്തെ എന്നുകൂടി അദ്ദേഹം വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ കൗതുകത്തേക്കാൾ ഉപരി ഒരു അമ്പരപ്പാണ് തോന്നിയത്. കാരണം ഏത് കാലത്താണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയൊക്കെ ജീവിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സദസ്സിൻ്റെ കയ്യടിക്ക് വേണ്ടി പ്രസംഗിക്കുന്നവനല്ല നേതാവ് എന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കാൻ പാകത്തിലുള്ള ലീഡേഴ്സ് ഇപ്പം തന്നെ മുസ്ലിം ലീഗിലുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാമല്ലോ എത്ര ടാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണെങ്കിലും ET മുഹമ്മദ് ബഷീർ ആണെങ്കിലും ഒക്കെ മീഡിയാസിനോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. അവരൊരിക്കലും പബ്ലിക്കിന് കൈയടിക്കാൻ വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. സ്വന്തം സ്റ്റാൻഡ് എന്താണ് എന്ന് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മീഡിയാസിനോട് സംസാരിക്കുന്നത്. ഇവിടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പിലിരിക്കുന്ന ആളുകളുടെ കൈയടിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ആളുകൾ കൈയടിക്കുമായിരിക്കും, പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി മറന്നു പോകുന്നത് അവർ മാത്രമല്ല ഈ സൊസൈറ്റി എന്നുള്ളതാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രസംഗത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അദ്ദേഹം ഉൾക്കൊള്ളുന്ന വിശ്വാസി സമൂഹത്തിനെ കുറിച്ച് ഒരു അവമതിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ അങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ആരാണ്? ആ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുരോഗമനാത്മകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയെ ഇങ്ങനെയാകണം എന്ന് കാണിച്ചു കൊടുക്കാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ആരാണ് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം തികഞ്ഞ മുൻവിധിയാണ്. കാരണം ഇത് ഇങ്ങനെ നടപ്പാക്കാൻ തീരുമാനിക്കാത്തൊരു കാര്യം, ഇത് എന്താ പറയുക, ഒരു ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ഇതേ സൊസൈറ്റിയിലെ യങ്ങർ ജനറേഷനെ കൂടിയാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച്, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച്, പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, വിവിധ ജെൻഡർ സമത്വത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിലെ യങ് ജനറേഷനെ കൂടിയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പ്രതിച്ഛായ എന്തായിരിക്കും എന്ന് അദ്ദേഹം ആലോചിക്കുന്നതാണ് നല്ലത്. അല്ലാതെ ഇമാതിരി മുൻവിധിയോടുകൂടിയുള്ള എന്താ പറയുക, ഒരു അവമതിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇനിയെങ്കിലും ഈ നേതാക്കൾ കാണിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ജിംസനാണ് തോന്നുന്നത് മുസ്ലിം ലീഗ് പൊതുവെ ആ പരാമർശം ഏറ്റെടുക്കാനോ ഡിഫെൻഡ് ചെയ്യാനോ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ ഒന്നും വരുന്നത് കാണുന്നില്ല. കാരണം അത് തള്ളിക്കളയേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നതാണ് തോന്നുന്നത്. രാജവട്ടം പറഞ്ഞൊരു പോയിന്റ്, ഇത് പക്ഷേ ഒരു അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു മുസ്ലിം പ്രതിനിധാനമാണ് എന്നൊരു പൊതു അന്തരീക്ഷം ഉണ്ടായി വരികയും അത് ആ നിലയ്ക്കുള്ള ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ രാജവട്ടം പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു സാധ്യത എന്താണ്? അല്ല, അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് തന്നെയാണ്. അതിലൊരു തർക്കവും വേണ്ട. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമസ്ത എന്ന് പറയുന്ന മതസംഘടന വളരെ വളരെ പ്രധാനമാണ്. സമസ്തയാകട്ടെ ഇത്തരത്തിൽ ഒരു എന്താണ് പറയുക, ഒരു ലിബറൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന രീതിയോട് അവർക്ക് എതിർപ്പുണ്ട്. അവർക്ക് മാത്രമല്ല എതിർപ്പ്, പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെയും അതിനെ എതിർത്ത് രംഗത്തെത്തിയത് നാം കണ്ടതാണ്. അതിൻ്റെ കാരണം ആയിട്ട് അവരുന്നയിക്കുന്നൊരു പ്രശ്നം, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ ഔട്ട് ഓഫ് ഫോഴ്സ് നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുന്നയിക്കുന്നൊരു പ്രശ്നം ഇതാണ്, ഈ ഭിന്ന ലൈംഗികത എന്ന് പറയപ്പെടുന്ന കാര്യം അത് ഒരു പോളിസിയായിട്ട് സർക്കാർ വിദ്യാർത്ഥികളുടെ മേൽ, പൊതുസമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഭിന്ന ലൈംഗികത സ്വർഗരതി എന്നതിനോട് മതസംഘടനകൾക്ക് പരമ്പരാഗതമായ അവരുടെ ഒരു മോറൽ വാല്യൂ വെച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. അവർ ആ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടേ ഇല്ല എന്നുള്ളൊരു തർക്കമില്ല. അപ്പോൾ അത് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് കൂടാതെ ഇതേ ഗ്രൂപ്പുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് പേർ ഈ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും ഈ ഭിന്നലൈംഗികതയെ പറ്റിയുള്ള ചർച്ചകൾ നടന്ന ശേഷം എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക്, കുറച്ച് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അവർ പറയുന്നത് വെച്ചാൽ
ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യമല്ല, കുറച്ച് ഗ്രേ ഏരിയ ഇതിലുണ്ട്. അവർ ചൂണ്ടിക്കാട്ടുന്നൊരു പ്രശ്നം, ചില സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളാണ് പറയുന്നത്. അവരുടെ മുമ്പിൽ കുറേ ചെറിയ കൗമാരക്കാരോ അല്ലാത്തവരായ യുവാക്കളായ ആളുകൾ വരുന്നു. അവർ ജെൻഡർ കൺഫ്യൂഷനാണ്, അവർ കൺഫ്യൂഷനിലാണ് ജെൻഡറിനെ പറ്റി. ഞാൻ പുരുഷനാണോ അതല്ല വേറെ എന്തെങ്കിലും ജെൻഡറാണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. ഈ കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാകുന്നത് മൂലം ചിലരൊക്കെ ജെൻഡർ റീ അസൈൻമെൻറ്റ് സർജറിക്ക് വിധേയരാകാൻ സന്നദ്ധരാകുന്നു. അങ്ങനെ ജെൻഡർ റീ അസൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു വന്ന് ഭയങ്കര ഭീകരമായ മെൻ്റൽ ട്രോമയിലേക്ക് പോയ ചില കുട്ടികൾ ഉദാഹരണങ്ങൾ പറയുന്നത് എനിക്കറിയില്ല സത്യാവസ്ഥ, ഇവർ പറയുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ തെറ്റായ ഒരു നോഷൻ, അതായത് ഇതൊരു നോർമലായ കാര്യമാണ്. ആ നോർമലായ കാര്യം എന്നുള്ള രീതിയിൽ ഇത് ചില ലോബികൾ ഇതിങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം. അതിൽ വസ്തുതയുണ്ടോ, അതിൽ കൃത്യമായ പഠനം അങ്ങനെ നടന്നിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല, അക്കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഇതാണ് ഇവരുടെ ഒരു കൺസേൺ. ഈ കൺസേണിൻ്റെ പുറത്താണ് സെക്സ് എഡ്യൂക്കേഷൻ നടപ്പാക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതേ തുടർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക്, അതിനുള്ള നോട്ട്സ്, ഇതിലുള്ള ചില പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ ഗ്രൂപ്പുകൾ ഇതിനുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി, ചലഞ്ച് എന്താണ്? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് എന്നാണ് തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിനുണ്ട്. ഒരു തർക്കമില്ല. അതിൻ്റെ പിന്നിൽ മലയാളിയുടെ പരമ്പരാഗതമായ ചില മൂല്യബോധങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ അതല്ല. സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെക്സ് ചെയ്യാൻ പഠിപ്പിക്കലല്ല എന്ന അടിസ്ഥാന വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ആദ്യം ചെയ്യേണ്ടത്. 2, ഇത് ആരെയാണ് പഠിപ്പിക്കുന്നത്? ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മൂല്യബോധമുള്ള, ആ മൂല്യബോധം പേർന്ന ആളെക്കുറിച്ചാണ്. നമുക്കൊരു പക്ഷേ നമ്മൾ പുരോഗമന കേരളം എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ നാട്ടുകാരിൽ ഭൂരിഭാഗവും ആ മൂല്യബോധം പേർന്നവർ. അവർ സംസാരിക്കുന്നില്ല, അവർ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നില്ല, അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും അത്തരം മൂല്യബോധം പേർന്നവരാവാനാണ് സാധ്യത കൂടുതൽ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് പഠിപ്പിക്കുന്ന അവരെയാണ്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് അവരെയാണെങ്കിൽ അവരുടെ കൺസേൺ കൂടി അഡ്രസ്സ് ചെയ്ത് അവരുടെ സഹകരണത്തോടെ മാത്രമേ ഈ പാഠ്യപദ്ധതി നടപ്പാക്കാൻ കഴിയൂ. ഇതിനു മുമ്പ് ഈ സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രധാനമായും എതിർപ്പ് ഉയർത്തുന്ന മതവിഭാഗങ്ങളാണെങ്കിൽ അവരെ കൂടി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് പോകാൻ, അത് നടക്കില്ല. നമുക്കറിയാമല്ലോ എത്ര വിവാദങ്ങളാണ് പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലും ഉള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ മദ്രസയിൽ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മദ്രസയിൽ ഈ സെക്സ് എഡ്യൂക്കേഷനൊക്കെ വളരെ വിശാലമായി, എന്നാൽ അത്ര ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലുണ്ട്. ഞാൻ മദ്രസയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലും ഉമ്മയോട് ചോദിച്ചു, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? 4ാം ക്ലാസ് വിദ്യാർത്ഥിയാന്ന് പറയണം. ഇത് കേട്ട് ഉമ്മ ആകെ പെർപ്ലെക്സ്ഡായി, എംബറാസ്ഡായി. മറുപടി പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരണം എന്താണ് വ്യഭിചാരം എന്ന് പറഞ്ഞു തരണം. കാരണം വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് ഉത്പന്നമായ ഒരു പദമാണ്. എന്നിട്ട് വളരെ വിദഗ്ധമായി എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, അതായത് ഞാൻ എൻ്റെ ഭർത്താവല്ലാത്ത ഒരാളോടൊപ്പം സിനിമയ്ക്ക് പോയാൽ അതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞു. കാരണം 4ാം ക്ലാസ്സിനോട് അങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എവിടെയാണ്? ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നു. അത് ശാസ്ത്രീയമാണോ എന്ന് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുന്നില്ല. അത് ശാസ്ത്രീയമായിട്ടാണ് പഠിപ്പിക്കുന്നുള്ളത്. ഇനി ഇത് ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം തയ്യാറാകുമ്പോൾ ഇവർ മൂല്യബോധത്തിൻ്റെ പേരിൽ എതിർപ്പ് ഉയർത്തുന്നു. ഇത് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിതൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും പുതിയ വിദ്യാർത്ഥികൾ, ഈ പറയുന്ന ഇപ്പോഴത്തെ 4ാം ക്ലാസ്സുകാരൻ, അത് സ്വയമായി ആർജിക്കാൻ ആവശ്യമായ ടെക്നോളജി വളർന്നു വന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കാൻ ഈ രണ്ടത്താണിയെ പോലുള്ളവർ തയ്യാറാവണം എന്ന് മാത്രമല്ല, അവരുടെ കൺസേൺ കൂടി കണക്കിലെടുത്ത് മാത്രമേ ഭരണകൂടം ഇത് നടപ്പാക്കാൻ പാടുള്ളൂ. കാരണം ഇത് ഇവർക്ക് വേണ്ടിയുള്ളതാണല്ലോ. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കാനുള്ളതല്ലല്ലോ. ഇത്തരം മൂല്യബോധം പേറുന്നവർക്ക് വേണ്ടി കൂടിയാണ് സർക്കാർ എന്നുകൂടി സർക്കാർ മനസ്സിലാക്കണം.